ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഇത്രയും ഹ്രസ്വകാലം കൊണ്ട് യു ടേൺ അടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവാർഡ് കേരളത്തിലെ UDF ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ്. അവർക്ക് അതിനുള്ള അർഹതയുണ്ട്. UDF എന്നുള്ള ആ പേര് തന്നെ തന്നെ മാറ്റി UTF യു ടേൺ ഗവൺമെൻറ് എന്നെടുക്കേണ്ട സമയമായി. സാധാരണഗതിയിൽ ഞാൻ ഈ സഹതാപം എന്നുള്ള വാക്ക് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഉപയോഗിക്കാറില്ല. അത് പൊളിറ്റിക്കലി അത്ര ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു അനുതാപം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറ്. പക്ഷേ PMC സംബന്ധിച്ച് UDFൻ്റെ VD സതീശൻ സർക്കാരിൻ്റെ തീരുമാനം അറിഞ്ഞപ്പോൾ സഹതാപം എന്നുള്ള വാക്ക് എനിക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതായത് എന്ത് ദയനീയമായൊരു പതനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഇത്രയും ഹ്രസ്വകാലം കൊണ്ട് യു ടേൺ അടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവാർഡ് കേരളത്തിലെ UDF ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ്. അവർക്ക് അതിനുള്ള അർഹതയുണ്ട്. UDF എന്നുള്ള ആ പേര് തന്നെ തന്നെ മാറ്റി UTF യു ടേൺ ഗവൺമെൻറ് എന്നെടുക്കേണ്ട സമയമായി. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ഇത്ര നഗ്നമായി നികൃഷ്ടമായി വഞ്ചിക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് UDF വ്യാപൃതരായിരിക്കുന്നത്. PMC സംബന്ധിച്ച് ഈ UDFൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അവരെ തിരിഞ്ഞു കുത്തുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം ആരുടെയും മനസ്സിലേക്ക് വരും. ഇപ്പോൾ അറബിക്കടൽ നമ്മുടെ മന്ത്രിമാർക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തിര ഇങ്ങനെ കയറുന്നുണ്ടാവും. അത് ശ്രദ്ധിക്കണം. എന്നാ കാരണം ചില അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് ചവിട്ടിത്താഴ്ത്തുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ചവിട്ടിത്താഴ്ത്താത്തതിൻ്റെ ഒരു എന്താ പറയുക സ്മരണയ്ക്ക്, ഉപകാര സ്മരണയ്ക്ക് വേണമെങ്കിൽ അറബിക്കടൽ വേണമെങ്കിൽ ഇവരെ കാണാൻ പോകുന്നുണ്ടാവും. എന്താ കാരണം വെച്ചാൽ അത്രത്തോളം വലിയൊരു വഞ്ചനയാണ് നടത്തിയത്. എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. ജർമ്മൻ ദാർശനികരായിരുന്ന ഫ്രെഡറിക് നീഷെ സ്ഥിരമായിട്ട് നുണ പറയുന്നവരോട് പറഞ്ഞൊരു വാചകമാണ്. അത് തെറ്റായിരിക്കാൻ വേണ്ടി ഞാൻ കോട്ട് ചെയ്യുക. നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതിലല്ല എനിക്ക് വിഷമം, ഇനി മുതൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാനാവില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് വിഷമം. അതായത് ഇത്രയും നഗ്നമായ കളവ് പറഞ്ഞ ആൾക്കാരെ ഇനി എങ്ങനെയാണ് കേരള ജനത വിശ്വസിക്കുക?